ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച കർണാടക സർക്കാരിന്റെ നടപടിക്കെതിരെ കോഴിക്കോട് കണ്ണാടിക്കലിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടങ്ങി. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, കേരളം നേരത്തെ തന്നെ ഈ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തുടർന്നും ഈ തെരച്ചിൽ നടത്തണം എന്ന ആവശ്യം. പക്ഷേ എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് എന്ന് കർണാടകം അറിയിക്കുകയും ചെയ്തു. എന്തായാലും കുടുംബവും തെരച്ചിൽ തുടരണമെന്ന ആവശ്യം ഉയർത്തുമ്പോഴാണ് യുവജന സംഘടനകൾ ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? നമുക്കറിയുന്ന പോലെ അർജുന്റെ ഗ്രാമമാണ്. ഗ്രാമത്തിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അർജുനുമായിട്ടുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി റോഡിലെത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ കണ്ണാടിക്കൽ റോഡിൽ കുത്തിയിരുന്നാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. 13 ദിവസത്തിലധികമായിട്ടും ഈ തിരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായില്ല. ആദ്യഘട്ടത്തിലുണ്ടായ അലംഭാവമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഈ യുവജന സംഘടന രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയ ആദ്യഘട്ടം മുതൽക്കേ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അലംഭാവത്തെ തുടർന്നെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതേ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ നമ്മൾ കണ്ടതാണ്. കണ്ണാടിക്കലിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ, ജനകീയ സമിതികളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഈ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണം കണ്ടിരുന്നു. അവരും ഈ സമാന രീതിയിൽ തന്നെ ഒരിക്കലും തിരച്ചിൽ അവസാനിപ്പിക്കരുത്, എന്തെങ്കിലും ഒരു ശുഭവാർത്ത ലഭിക്കുന്നത് വരെ ഈ തിരച്ചിൽ തുടരണം, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച്. എന്തായാലും 13-ാം ദിവസവും അർജുനെയും അതോടൊപ്പം കാണാതായ 2 പേരെയും കിട്ടാത്തതിനെ തുടർന്ന് ശക്തമായി തന്നെ അടിയൊഴുക്കും മറ്റും ഉള്ള പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച സംഭവം, അതിൽ യുവജന സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായി വരികയാണ്. കണ്ണാടിക്കൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. വിവരങ്ങൾ നൽകിയായിരുന്നു കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു.